ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കുറച്ചധികം കേക്ക് ഓർഡർ ഒരു 35 കിലോ കേക്ക് ഓർഡർ കിട്ടിയ സമയത്ത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഞാൻ 8 മുട്ടയാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. 8 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് 4 മുട്ടയാണെങ്കിൽ എടുക്കുക. അപ്പോൾ ഇത് 8 മുട്ട ആയതുകൊണ്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്കത് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഓവനൊന്ന് ആ സമയം പ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ താഴെ മുകളിലുള്ള കോയിൽ ചൂടാക്കിയിട്ട് ഇതേപോലെ 10 മിനിറ്റിൻ്റെ ഓപ്ഷനിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവൻ എങ്ങനെ ഓണാക്കാമെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. 150 ഡിഗ്രി തന്നെയാണ് ഞാൻ പ്രീറ്റ് ചെയ്യുന്നത്. ഹാവൽസിൻ്റെ ഓവനാണ് ഇട്ടത് 67 ലിറ്ററിൻ്റെ. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ മുന്നേ ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് അധികമൊക്കെ എന്താ പറയുക ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ ഓവൻ്റെ കുറച്ചുകൂടി ഉപകാരപ്പെടും കേട്ടോ. എൻ്റെ അടുത്തുള്ളത് ചെറിയ ഓവനാണ്, ആദ്യം മോർഫി റിച്ചാർഡ്സിൻ്റെ ഓവനാണ്. പിന്നെ അത് 24 SS-ൻ്റെ ഓവൻ എണ്ണി കേട്ടോ, 24 ലിറ്ററിൻ്റെ ഓവൻ എണ്ണി. അപ്പോൾ നമുക്ക് അതിൽ 10 ഇഞ്ചിൻ്റെ ഒരു ടിന്നേ കൊള്ളുള്ളൂ, 10 അല്ലെങ്കിൽ 11 ഇഞ്ച് കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് 2 7 ഇഞ്ചും ഒരു 6 ഇഞ്ച് 2 6 ഇഞ്ചൊക്കെ വെച്ചിട്ട് വേണേൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ടിന്നാണെങ്കിൽ ഒരു 4 5 5 ഇഞ്ചിൻ്റെതൊക്കെയാണ് ഒരുമിച്ച് പോകും. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് തരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് മൈദയാണ് ഒരു തരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തത്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കണില്ല, പിന്നെ ബേക്കിംഗ് സോഡയും ഞാൻ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന് 2 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തത്. അതിലേക്ക് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം എന്താ പറയുക ബട്ടർ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഞാൻ എല്ലാ സമയത്തും ഒന്ന് ബേക്ക് ചെയ്യണ സമയത്ത് ഒരു കേക്കൊക്കെയാണ് ബേക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കലില്ല, അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കലുള്ളൂ. ഇത് ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് ഒരുമിച്ച് നമുക്ക് കുറച്ചധികം കേക്ക് ബേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കേക്ക് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ തന്നെ വീണ്ടും നമുക്ക് കഴുകാതെ തന്നെ പിന്നെയും വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ബാറ്ററിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ സ്പീഡ് കാണിച്ചിട്ട് സ്പീഡിലുള്ള ഓപ്ഷന് കൊടുത്തതാണ് കേട്ടോ, കുറേ സമയം ലാഗാണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് ബാറ്റർ കിട്ടേണ്ടത്. അധികം ലൂസും ആവരുത്, അധികം തിക്കും ആവാത്ത രീതിയിൽ ഇതേപോലുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് അധികം തിക്കാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് പ്രീറ്റായ ഓവനിലേക്ക് ഇത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് പ്രീറ്റായി വരട്ടെ. അപ്പോൾ ഒരു 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. 40 to 45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സമയം പല ഓവനും പല രീതിയിലായിക്കോട്ടെ. ഈ ഒരു ഓവനിൽ 40 മിനിറ്റ് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ബേക്കായല്ലേന്ന് അറിയാം ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ നന്നായിട്ട് ബേക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മൾ പിന്നെ ഐസിങ്ങൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നെ അധികം ഓർഡർ കിട്ടിയ സമയത്ത് പോലെ ഒരു 4 ട്രേ ഒക്കെ മുട്ട ഇതുപോലെ വാങ്ങിയത്. 4 അല്ല 6 ട്രേ മുട്ടയും പിന്നെ അതുപോലെ പഞ്ചസാരയൊക്കെ കുറച്ച് അധികം 15 കിലോ, അതേപോലെ മൈദ 10 കിലോ, അങ്ങനെ എല്ലാ സാധനങ്ങളും കുറച്ച് അധികം ബൾക്കായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് കുറേ ഓർഡറൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഹോൾസെയിലായിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലാഭം ഉണ്ടാവും. കുറച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധാ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയാലും മതി കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ കേക്കുകളും ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊക്കെ ഇതുപോലെ ഒരു ബേസിലാണ് കേട്ടോ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കും കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലി എന്തെങ്കിലും ഒന്ന് വരണ്ട വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫാനിട്ടിട്ട് ചൂടാറിയ ശേഷം ഞാൻ എല്ലാം കേക്കിൻ്റെ ബോക്സിൽ തന്നെ ആക്കി ഇതേപോലെ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്ത ശേഷമാണ് ഇതേപോലെ ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒക്കെ ചെയ്യണത് ഒരു 2-2.5 ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ബേക്ക് ചെയ്തെടുത്തത് മുഴുവൻ ഒരു ദിവസം കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ബേക്കാക്കിയിട്ട് തലേന്ന് രാത്രി ഒരു 11 വരെ ഇത് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അത് ചൂടാറിയ ശേഷം ഇനി പിറ്റേന്നാണ് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു സ്കൂളിലേക്കുള്ള ഓർഡർ കഴിഞ്ഞിട്ടോ കഴിഞ്ഞ ഈ ന്യൂ ഇയറിന് കിട്ടിയ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു 12 മണിയാണ്. അപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിന് കിട്ടിയിട്ടുള്ള ഓർഡറാണ് ഇട്ടത്. ഇപ്പോൾ അതൊക്കെ ചൂടാറാൻ വെക്കുന്ന സമയം വേറെ ഇവിടെ കേക്ക് ബേക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ കഴുകാതെ തന്നെ വേറെ പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് അതിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ മാഷാഅല്ലാഹ് കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 kg 22 എണ്ണവും പിന്നെ 1.5 കിലോൻ്റെ ഒരു 6 എണ്ണവും പിന്നെ സ്റ്റാഫ് റൂമൊക്കെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് 2 kg ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യണതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടാണ് പറയണത്. അപ്പോൾ കേക്കൊക്കെ മസാല ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവനായിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് തീരെ ഉറങ്ങാതെയും കണ്ടാണ് ഈ ഒരു കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഇനി പിറ്റേന്ന് രാവിലെ ഇത് ഐസിങ് ചെയ്തെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ എല്ലാം ഇതുപോലെ ബേസിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ആ ബോക്സിലേക്ക് ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മുട്ടത്തോടുണ്ട്. അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറ് എന്താ പറയുക നല്ല മൂർച്ച കൂടാനും പിന്നെ നമുക്ക് ചെടികൾക്കോ റോസിനൊക്കെ നല്ല പൂക്കളുണ്ടാകാനൊക്കെ വേണേൽ ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഫിയോണയും പ്രസ്റ്റീൻ്റെ ചാമ്പ്യനാണ് ഇട്ടെടുത്തത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് കുറേ ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യണില്ല കേട്ടോ. ചിലരൊക്കെ സ്റ്റാൻഡ് മിക്സറിൽ ഒരു പാക്ക് മുഴുവനായിട്ട് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കൽ. പക്ഷേ അതിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു പകുതിയായിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വേഗം തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. അതൊക്കെ ഒന്ന് ഒരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് മെൽറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ബീറ്റാവും. പക്ഷേ അത് ഐസിങ് ചെയ്തെടുത്ത് പുറത്തൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രീം അധികം സ്റ്റിഫായാലും പിന്നെ ഇങ്ങനെ മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള എന്താ പറയുക ക്രിസ്റ്റൽസ് ഇല്ലാത്ത ക്രീം തന്നെ നമ്മൾ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ലോ സ്പീഡിലും പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തപോലെ ഹാൻഡ് മിക്സറിലാണെങ്കിലും അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം സ്പീഡ് കുറക്കുക പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നല്ല സ്റ്റിഫായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു ബീറ്ററിൽ ബാക്കിയുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇത് പിന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ നമ്മൾ കേക്ക് ഒരു വിധമൊക്കെ ബേക്കാക്കിയിട്ട് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഉണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ബേക്കാൻ ഉണ്ട്. അപ്പം അത് നമ്മൾ ബേക്കാക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ മുഴുവൻ നമ്മളിതുപോലെ പുറത്ത് വെക്കാത്തത് എന്താ വെച്ചാൽ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഒന്ന് വന്നിട്ട് അത് വന്ന് തൊടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ബോക്സിൽ തന്നെ ആക്കി വെച്ചത് കേട്ടോ. ഇനി പിറ്റേന്ന് ഇതേപോലെ ഒരു ഓരോ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 എണ്ണം ആദ്യം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേപോലെ ഒക്കെ ഒന്ന് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം അതേപോലെ കൈകൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം അതേപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിൻ്റെ ശേഷം അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബട്ടർ പേപ്പറും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓയിലാണ് ബേസിലൊക്കെ ആയത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാനൊരു 10 കേക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ സമയം അതുപോലെ നിന്നൊക്കെ ചെയ്യുമ്പോൾ കാലുവേദനയൊക്കെ ഉണ്ടാവും. ആ സമയത്തൊന്ന് ഇരുന്ന് എണീച്ചിട്ടൊക്കെയാണ് കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 പാത്രത്തിൽ. ഒരു 2 ബാറൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ 1 ബാറോ 1.5 ബാറോ ഒക്കെ നമ്മൾ അധികം ഉണ്ടാകുമ്പോൾ അധികം നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യിപ്പിച്ച് വെച്ചാൽ മതി. പിന്നെ ചെറീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് കുറച്ച് പിന്നെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നത് കേട്ടോ. കുറച്ച് ചെറീസ് അരിഞ്ഞെന്ന് ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ.
അപ്പോൾ നമ്മൾ അങ്ങനത്തെ വലിയ ഭാരമുള്ള കുറച്ച് പണികളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം പിന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും ആക്കി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറീസ് കട്ട് ചെയ്തതും കൂടി ആക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഓർഡറൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേക്ക് നമുക്ക് ഒരു ഓർഡറാണ് കിട്ടുന്നതെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ കഴിച്ച ആൾക്ക് ഇനി വേണം ഓർഡർ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഓർഡർ തരും. ചില ആൾക്കാരൊക്കെ നമ്മളടുത്ത് നിന്ന് എന്താ പറയുക ഓർഡർ ചെയ്യാതെ നമ്മളടുത്തൊക്കെ ഉള്ള ആൾക്കാർ ചിലർ ചെയ്യും ചിലവരൊക്കെ വിചാരം നമ്മൾ നല്ല സുഖമുള്ള പരിപാടിയാണ് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. നമുക്കധികം ഓർഡർ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. പൊതുവേ നമുക്ക് പിന്നെ അടുത്തുള്ള ആൾക്കാരെക്കാളും കുറച്ച് ദൂരമുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതൽ ഓർഡർ തരല്. അടുത്തുള്ള ആൾക്കാർ തരലുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. എന്നാലും അതിനേക്കാളും കുറേ ദൂരമുള്ള ആൾക്കാരാണ് നമ്മളെ കേക്കൊക്കെ സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ട് ചോദിക്കൽ കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക. പിന്നെ ഇൻസ്റ്റയിലൊക്കെ നമുക്കൊരു കേക്കിൻ്റെ ഒക്കെ ഒരു പേജ് തുടങ്ങുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടാണ് പറയുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പിക്ചറൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക, അതിൽ സ്റ്റോറി ഇടുക. പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പരിചയപ്പെടുമ്പോൾ ഓരോരുത്തരോട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞാൽ അനുസരിച്ചൊക്കെ ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊക്കെ ഒരുവിധം കുറേ നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും ഒരുവിധം എല്ലാവർക്കും അറിയാം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വേണേൽ കേക്ക് അങ്ങനെ ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നല്ല, ഞാനൊക്കെ ഫ്രീ ആയിട്ട് കുറേ കേക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞത് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു പരിപാടിയിലോ നമ്മളെ ഫ്രണ്ട്സ് കൂടെ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കേക്ക് ഞാൻ ചെയ്യണോണ്ട് കൂടുതലും അതാണ് ചെയ്യൽ. പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുത്ത് വിചാരിച്ചിട്ട് കുറേ അത് വലിയ ഓർഡറൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ചിലരൊക്കെ യൂട്യൂബ് പറയണേക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് കുറേ കേക്ക് കൊടുത്താൽ കിട്ടും എന്നുള്ളത്. പക്ഷേ ആൾക്കാരിലേക്ക് നമ്മൾ കേക്ക് ചെയ്യലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വേണേൽ വലിയ പരിപാടിക്കൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതേ എന്താ വെഡ്ഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വേണേൽ കേക്കൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ അവരോട് പൈസ തരാൻ പറ്റുന്നവരോട് വാങ്ങുക ചെയ്യുക. കാരണം നമ്മൾ കുറേ സാധനങ്ങൾ പിന്നെ എന്താ പറയുക മെനക്കെടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടും നമ്മളെ സമയമൊക്കെ അത്രയും സമയം ഇതിന് മെനക്കെട്ടിട്ടും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബോക്സ് ബേസ് ഇതിൻ്റെ സംഗതികളൊക്കെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് ഞാൻ പ്രിൻ്റ് എടുപ്പിച്ചതാണ് കേട്ടോ. ഇത് എഡിബിൾ പ്രിൻ്റ് അല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു കസ്റ്റമർ അടുത്തു നിന്നാണേലും അതിനുള്ള ഒരു ക്യാഷ് തരുമ്പോഴേ നമുക്ക് മുതലാവുള്ളൂ കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഉള്ളത് ഞാൻ പല ഇതിലാണ് എന്താ പറയുക ഡിസൈൻ ചെയ്തത്. എല്ലാം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ അതേപോലെ ലാസ്റ്റ് ഇതുപോലെയൊക്കെ ബോക്സിലാക്കാനും ഇതൊക്കെ എൻ്റെ അനിയനും പിന്നെ എൻ്റെ ഹസ്ബൻഡും മോളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. അതുപോലെ എന്താ പറയുക ഇങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ എൻ്റെ ഒരു അയൽവാസി വന്നിട്ട് ഓരോ ഇതുപോലെ ഈ ഒരു പ്രിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിന് കേട്ടോ. അപ്പം അവരോടൊക്കെ നന്ദി പറയാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ കുട്ടികളായാലും ഈ സമയത്തൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ, സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ക്ഷീണമായി പോകും നമുക്ക്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2024 ഇങ്ങനെ MVP സ്കൂൾ തെരട്ടമല്ല പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ തെരട്ടമല്ല സ്കൂൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തത് കേട്ടോ. അന്ന് തന്നെ ഇവിടെ അടുത്തുള്ള അംഗനവാടിക്ക് വേണ്ടിയിട്ട് 2 kg കേക്ക് വേറെ ചെയ്തതിന്. പിന്നെ നമ്മളിതൊക്കെ അയൽവാസികളെ വീട്ടിലാണ് ഓരോ കേക്ക് തലേന്ന് സെറ്റാക്കിയത്. 3 വീതം ഓരോ വീട്ടിലും ബോക്സ് ആക്കിയിട്ട് വെച്ച് ബാക്കി ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് അട്ടിക്ക് വെച്ച ശേഷം ഇത് പിന്നെ ലാസ്റ്റിൽ ഓരോന്ന് ഐസിങ് ചെയ്തിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും മുഴുവനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അയൽവാസികൾക്കൊക്കെ ഞാൻ ആ സന്തോഷത്തിന് കേക്ക് സെറ്റാക്കി കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ബോക്സിലാക്കി ഇതൊക്കെ ഞാൻ സ്റ്റിക്കറൊക്കെ ഇതിൻ്റെത് പ്രിൻ്റ് ചെയ്തെടുത്തത് കേട്ടോ. നമ്മളൊരു പേരും ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെ. അപ്പോൾ എല്ലാത്തിലും നൈഫും ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തത് അനിയനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ അതുപോലെ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി സമാധാനമാണ്. മറ്റേ നമ്മൾ ഒറ്റക്കൊന്ന് ഇത്രയും കേക്ക് ഒരുമിച്ചാക്കുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ പ്രശ്നമല്ല കേട്ടോ. പിന്നെ വലിയ ഫ്രിഡ്ജ് കിട്ടുന്ന ആൾക്കാർക്കും വലിയ പ്രശ്നമല്ല. എന്നാലും ഇത്രയും ഇതാക്കണമെങ്കിൽ ബേക്കറിക്കാരെ പോലെ ഒന്നും വീട്ടിൽ നമ്മൾ അധികം വലിയ ഫ്രിഡ്ജായിട്ടും കാര്യമില്ല കേട്ടോ. എന്നാലും ഏകദേശം വാങ്ങുമ്പോൾ ഇനി പുതിയ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വലിയ ഫ്രിഡ്ജ് വാങ്ങണത് തന്നെയാണ് നല്ലത്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഓർഡർ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ന്യൂ ഇയറിനുണ്ടായി പിന്നെ കുറേ ദിവസം ഓർഡർ ഇല്ലാതെ വെക്കും. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ ഓർഡർ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ അതുപോലെ വെച്ചിട്ട് കുറച്ച് ഒരു കേക്കുകൾ അട്ടിക്ക് വെച്ച് അങ്ങനെ കൊണ്ടുകൊടുത്തതാണ് കേട്ടോ. ഇതാണ് പിന്നെ ഞാൻ 2 kg വേറെ ചെയ്തിട്ടുള്ള കേക്ക് കേട്ടോ. ഇത് അംഗനവാടിത്തെ ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് കൊടുത്തതേന്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്ക് ഉണ്ടൊരു കേക്ക്. അപ്പോൾ അത് പിന്നെ ചെയ്തതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉറങ്ങാനൊക്കെ പോണത് കേട്ടോ.
എന്നാലും ഇവിടെ കുറേ നിരന്ന് വരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരുവിധമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയതൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കേക്കിൻ്റെ ഫോട്ടോസ് എടുത്തതിൽ കാണിച്ചെന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടത് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.